നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ചേലക്കരയിൽ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ്. രാവിലെ മുതൽ വിവിധ ബൂത്തുകളിൽ ദൃശ്യമായത് വോട്ടർമാരുടെ നീണ്ട നിര. മണ്ഡലത്തിൽ 66% പോളിംഗ് പൂർത്തിയായി. അനിഷ്ട സംഭവങ്ങളില്ല. പ്രചരണ രംഗത്തെ ആവേശവും വാശിയും വോട്ടെടുപ്പിൽ. കേരളത്തിൽ നടക്കുന്നത് വഖഫ് ബോർഡിന്റെ ലാൻഡ് ജിഹാദ് എന്ന് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ MP. വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധം. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മോദി സർക്കാർ വഖഫ് ബോർഡ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരും. മോദി ഭരിക്കുന്ന കാലത്തോളം വഖഫിന് ആരുടെയും ഭൂമി തട്ടിയെടുക്കാൻ കഴിയില്ലെന്നും തേജസ്വി സൂര്യ. EP ജയരാജൻ ഉന്നയിച്ചത് കടുത്ത വിമർശനമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. സമ്പൂർണ്ണ തകർച്ചയിലേക്കാണ് CPM പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് EP-യുടെ പ്രതികരണം. അധികാര കൈമാറ്റം മരുമകനിലെത്തിക്കാനുള്ള ശ്രമമാണ് പിണറായി നടത്തുന്നതെന്ന് EP ജയരാജന് മനസ്സിലായി. പാലക്കാട്ട് സരിൻ അപ്പൂപ്പൻ താടി പോലെയാകുമെന്നും K. സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. ചേലക്കരയിൽ ഭേദപ്പെട്ട പോളിംഗ്. പല ബൂത്തുകളിലും രാവിലെ കനത്ത പോളിംഗ് ആണ് ദൃശ്യമായത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മണ്ഡലത്തിൽ 36% പോളിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായ ആവേശം വോട്ടെടുപ്പിലും പ്രതിഫലിക്കുന്നതായാണ് ആദ്യഘട്ട സൂചനകൾ. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി ALP സ്കൂളിൽ സജ്ജമാക്കിയ 17-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് മൂലം 45 മിനിറ്റോളം പോളിംഗ് നിർത്തിവച്ചു. ഉദ്യോഗസ്ഥരെത്തി സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷമാണ് പോളിംഗ് പുനരാരംഭിച്ചത്. മോക്ക് പോളിന് ശേഷവും വോട്ടിംഗ് യന്ത്രം തകരാറിലാവുന്നതിൽ നീരസം പ്രകടിപ്പിച്ച വോട്ടർമാർ. 17-ാം ബൂത്തില് രാവിലെ വോട്ട് ചെയ്യാൻ ചെന്ന് നോക്കിയപ്പോൾ ബാബേട്ടൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ബൂത്തിൽ മിഷൻ കംപ്ലൈൻ്റ് ആയിട്ട് ജനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ തന്നെ എന്താ തിരക്ക്. ചേലക്കര നിയോജകമണ്ഡലത്തിൽ ചെറുകുട്ടിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു സ്ഥലമാണ് തലശ്ശേരി. അവിടെയാണ് ഇപ്പോൾ മിഷൻ തലശ്ശേരിയിലാണ് അവിടെയാണ് ഇപ്പോൾ ഇത്രയും ജനങ്ങൾ നിൽക്കുന്നത്. ബൂത്താണ് 17-ാം ബൂത്തിലുണ്ട്. 2 ബൂത്ത് ഉണ്ടാവേണ്ടതാണ്, അതിലൊരു ബൂത്തുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് വോട്ട് ചെയ്യാൻ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ ദൃശ്യമായത് വോട്ടർമാരുടെ നീണ്ട നിര. മണ്ഡലത്തിലെ വോട്ടർമാരായ NDA LDF സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് ചെയ്തു. രാവിലെ 10 മണിയോടെ തോന്നൂർക്കരയിലെ ബൂത്തിൽ മുൻ MLA കൂടിയായ K. രാധാകൃഷ്ണൻ MP വോട്ട് രേഖപ്പെടുത്തി. രാവിലെ മുതൽ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവേശം പ്രകടമായിരുന്നു. രാവിലെ മുതൽ തന്നെ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായി. NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ തിരുവില്ലാമല പാമ്പാടി സ്കൂളിലെ ബൂത്ത് നമ്പർ 116-ൽ രാവിലെ 7:30-ക്ക് വോട്ട് രേഖപ്പെടുത്തി. വിജയമുറപ്പാണെന്നും ചേലക്കരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം K. ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ ബൂത്ത് നമ്പർ 25-ൽ വോട്ട് ചെയ്തു. ചേലക്കരയിൽ വൻ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുമെന്ന് UR പ്രദീപ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു. മണ്ഡലത്തിലെ മുൻ MLAയും നിലവിലെ MP-യുമായ K. രാധാകൃഷ്ണൻ തോന്നൂർക്കരയിലെ ബൂത്ത് നമ്പർ 75-ൽ രാവിലെ 10 മണിക്ക് വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിൽ നടക്കുന്നത് വഖഫ് ബോർഡിന്റെ ലാൻഡ് ജിഹാദ് എന്ന് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ. പാലക്കാട് NDA തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മോദി സർക്കാർ വഖഫ് ബോർഡ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരുമെന്നും തേജസ്വി സൂര്യ പറഞ്ഞു. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന കാലത്തോളം വഖഫ് ആരുടെയും ഭൂമി തട്ടിയെടുക്കില്ലെന്ന് തേജസ്വി സൂര്യ പറഞ്ഞു. ക്ഷേത്രങ്ങളുടെ സ്ഥലം വരെ വഖഫ് കയ്യേറുന്നുണ്ട്. സാംസ്കാരിക കേന്ദ്രങ്ങൾ, പൈതൃക ഭൂമി, ആരാധനാലയങ്ങൾ, കിടപ്പാടം, കൃഷിഭൂമി എന്നിവയിന്മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയാണ്. വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് മുസ്ലിം സമുദായത്തിന് പ്രത്യേക അവകാശം നൽകുന്നു. മതത്തിൻ്റെ പേരിൽ ഭൂമിക്കായുള്ള വേട്ടയാടൽ തുടരുകയാണ്. ഹിന്ദുക്കൾക്ക് ഭാരതമല്ലാതെ മറ്റൊരു രാജ്യമില്ലെന്നും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മോദി സർക്കാർ വഖഫ് ബോർഡ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരുമെന്നും തേജസ്വി സൂര്യ പറഞ്ഞു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് അവർ റിലീജിയസ് പ്ലേസസ്, ഓഫ് അവർ അഗ്രികൾച്ചറൽ ലാൻഡ്സ്, ഓഫ് അവർ ചർച്ചസ് ആൻഡ് ടെമ്പിൾസ് from the illegal encroachment of the Waqf board. If even today Waqf board is given powers to claim any land on the basis of religion, then where should we go?
They have so many other countries to go, but Hindus have only one country. If not Bharat, if not Kerala, if not Karnataka, where will we go? It is our dharmic duty, it is our survival that we need to protect through the amendment of this Waqf Act. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ, BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, സംസ്ഥാന വക്താവ് ശ്രീപത്മനാഭൻ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ P വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN അനുരാഗ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രഘു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. EP ജയരാജൻ ഉന്നയിച്ചത് കടുത്ത വിമർശനമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സമ്പൂർണ്ണമായ തകർച്ചയിലേക്കാണ് CPM പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് EPയുടെ പ്രതികരണം. അധികാര കൈമാറ്റം മരുമകനിലെത്തിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നതെന്ന് മനസ്സിലാക്കിയാണ് EP ജയരാജന്റെ തുറന്നു പറച്ചിലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മരുമകന് അധികാരം കൈമാറാനുള്ള വ്യഗ്രത മനസ്സിലാക്കിയാണ് EP ജയരാജൻ പ്രതികരിച്ചതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും EP പറഞ്ഞത് തന്നെയാണ് പാർട്ടി പ്രവർത്തകരും പറയുന്നത്. EP ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു ആശങ്കയും വേണ്ട. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നാൽ മതി. ജാവ്ഡേക്കറെ കണ്ടത് വലിയ നീതി നിഷേധമായി പറയുകയാണ്. ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കണ്ടതിൽ എന്താണ് തെറ്റെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കള്ളം എഴുതുമെന്ന് തോന്നുന്നില്ല. 52 വെട്ടിനെ ജയരാജൻ ഭയക്കേണ്ടതില്ല. ചന്ദ്രശേഖരനെ പോലെ EPയെ കൈകാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. CPMൽ നിന്ന് ഒരു ഭീഷണി, ഏത് ഭീഷണി നിങ്ങൾക്ക് വന്നാലും കേരളത്തിൽ നിങ്ങൾക്ക് യാതൊരു ഭയവും ആവശ്യമില്ല. EP ജയരാജൻ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇദ്ദേഹം മുതിർന്ന നേതാവാണ്, LDFന്റെ കൺവീനറായിരുന്നു. അദ്ദേഹത്തെ ഒരു എന്തിൻ്റെ പേരിലാണ് മാറ്റിയത്? പ്രകാശ് ജാവ്ഡേക്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതിൻ്റെ പേരിലാണ് EP ജയരാജനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പക്ഷേ ഏത് പാർട്ടിയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും വരുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടി EP ജയരാജൻ പ്രകാശ് ജാവ്ഡേക്കറെ 5 മിനിറ്റ് കണ്ടത് വലിയ അപരാധമായി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് വലിയ നീതി നിഷേധമാണ് പിണറായി വിജയനും CPMും കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രത്യാഘാതം ആ പാർട്ടിക്കകത്തും തെരഞ്ഞെടുപ്പിലുമെല്ലാം ഉണ്ടാവും. സരിൻ്റെ ചിഹ്നം പോലും പാർട്ടിക്കാർക്ക് അറിയില്ല. UDFനെ സഹായിക്കാനാണ് LDF സരിനെ നിർത്തിയത്. സരിൻ ഒരു അപ്പൂപ്പൻ താടി പോലെയാകുമെന്നും കെ സുരേന്ദ്രൻ പാലക്കാട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പവർ ലിഫ്റ്റ് മത്സരത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ കോങ്ങാട് KPRP ഹൈസ്കൂൾ വിദ്യാർത്ഥിനി KR അനുശ്രീക്ക് സ്വീകരണം നൽകി ജന്മനാട്. കേരളശ്ശേരി സ്വദേശിയായ അനുശ്രീക്ക് 3-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. അനുശ്രീക്ക് ഉപഹാരം സമ്മാനിച്ചുകൊണ്ട് സ്വീകരണ യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ നിർവഹിച്ചു. പഞ്ചായത്താക്കി മാറ്റി കലാകാര പഞ്ചായത്ത് മാറ്റണമെന്ന് അത് വാദ്യകലാകാരന്മാർ കുറെ പേര് പറയുന്നു. കാരണം നമ്മുടെ കേരളത്തിൽ നിൽക്കാറ് പല വാർഡുകളിലും പല രംഗത്ത് പ്രവർത്തിക്കുന്ന മികച്ച കലാകാരന്മാരുണ്ട്. ഏത് വാർഡായിക്കോട്ടെ, ഒരു 1-ാം വാർഡ് 13-ാം വാർഡ് വരെ നോക്കിയാലുണ്ട്. ഓരോ രംഗത്തും പ്രവർത്തിക്കുന്ന ആൾക്കാർ, വാദ്യകലാ രംഗത്തും സ്പോർട്സ് രംഗത്തും അനുശ്രീയെ പോലെ പല കാര്യങ്ങളിലും മികച്ചായ പ്രകടനം കാഴ്ചവെച്ച ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് പ്രോത്സാഹനം നടക്കുക, അതുപോലെ പാരന്റ്സ് അവരുടെ രക്ഷിതാക്കള് മുന്നിലെത്തിക്കുക, കുട്ടികൾ അതുപോലെ പഠനവും. അനുശ്രീ +1 ആണ് പറഞ്ഞു, പഠന രംഗത്തും മികച്ച പഠനം നേടാൻ കഴിയട്ടെ. വാർഡംഗം രമാമുരളി അനുശ്രീയെ പൊന്നാടയിട്ട് ആദരിച്ചു. P രാജേഷ് കുമാർ, UK ഹരിദാസ്, K പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടളശ്ശേരി കിഴക്കേക്കര വീട്ടിൽ രാധാകൃഷ്ണന്റെയും ശ്രീജയുടെയും മകളാണ് KR അനുശ്രീ. അമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയും അച്ഛൻ കൊമ്പുവാദ്യ കലാകാരനുമാണ്. സഹോദരി അഖിലയും കലാരംഗത്ത് സജീവമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം കോട്ടകുറിശി റോഡിൽ കാറ്റാടിപ്പടിയിൽ രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാകുന്നു. കക്കൂസ് മാലിന്യം ഉൾപ്പെടെയാണ് സാമൂഹ്യ വിരുദ്ധർ ഇവിടെ തള്ളുന്നത്. കോതകുറിശി കാറ്റാടിപ്പടിയിലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലാണ് രാത്രികാലങ്ങളിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത്. നിത്യേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ ദുർഗന്ധം സഹിക്കവയ്യാതെ പൊറുതിമുട്ടിയപ്പോൾ പ്രദേശവാസികൾ വിഷയം ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ മുന്നറിയിപ്പ് ബോർഡുകളും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറ കണ്ണ് വെട്ടിച്ചാണ് വീണ്ടും ഇക്കൂട്ടർ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാക്കുന്നത്. കഴിഞ്ഞ ദിവസം അഴുക്കുചാലിൽ കക്കൂസ് മാലിന്യവും തള്ളിയ നിലയിലാണ്. ദുർഗന്ധം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് സംസ്കരിച്ചു. ഇനിയെങ്കിലും സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്.
ഇത് കാറ്റാടിപ്പടി പ്രദേശമാണ്. അപ്പോൾ ഇവിടെ വേസ്റ്റുകൾ രാത്രി മറവിൽ കുറച്ച് തള്ളാണ്. അപ്പോൾ അതിന് പഞ്ചായത്ത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് പഞ്ചായത്ത് ഇപ്പോൾ നേരെക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും രാത്രി ഇത് കൂടെ തള്ളാണ്. ഇതിനിപ്പോൾ തള്ളാൻ നിർത്തണം. അതിനെന്താ വെച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നിളയോര പാർക്കിന്റെ പ്രവൃത്തികൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് മുഹസിൻ MLA പാർക്ക് സന്ദർശിച്ചു. ഭാരതപ്പുഴയോട് ചേർന്നുള്ള പാർക്കിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. MLA ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപ ചിലവഴിച്ച് ഒന്നാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. രണ്ടാം ഘട്ട പ്രവൃത്തികൾ 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നടപ്പാക്കുക. ഇതിന്റെ ഭാഗമായാണ് മുഹമ്മദ് മുഹസിൻ MLA പാർക്ക് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു പാർക്ക് എന്നത് യാഥാർത്ഥ്യമാവുകയാണ്. MLA ഫണ്ടിൽ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് 90 ലക്ഷം രൂപ അനുവദിച്ചു. അതിൻ്റെ രണ്ടാം ഘട്ടത്തിന് 50 ലക്ഷം രൂപ രണ്ടാമതായി 2023-24 ഫണ്ടിലും അനുവദിച്ചു. ആ രണ്ട് ഘട്ടമായിട്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം മുനിസിപ്പാലിറ്റി ഈ സ്ഥലം കയ്യേറ്റം ഒഴിപ്പിച്ച് തരികയും അതിൻ്റെ ഭാഗമായി MLA ഫണ്ട് വെച്ചുകൊണ്ട് മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാം ഘട്ടം കൂടി പൂർത്തീകരിക്കുമ്പോഴാണ് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു പാർക്ക് എന്നുള്ള നിലക്ക് ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന ഇടമായി മാറുക. ഇതിനായിട്ടും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളാണ് നടക്കുന്നത്. ഇതിനു പുറമെ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടപ്പാക്കും. MLAക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, P വിജയകുമാർ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല ഏർപ്പെടുത്തിയ എഴുത്തോല KV കാർത്തികേയൻ മാസ്റ്റർ പുരസ്കാരം ഡോക്ടർ P സുരേഷിന്റെ ജനനിബിഡമെങ്കിലും നിശബ്ദം എന്ന നിരൂപണ ഗ്രന്ഥത്തിന്. നവംബർ 14 ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നടക്കുന്ന KV കാർത്തികേയൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്ന പുസ്തകത്തിനുള്ള അവാർഡ്. ഡോക്ടർ P സുരേഷിന്റെ ജനനിബിഡമെങ്കിലും നിശബ്ദം എന്ന പുസ്തകത്തിനുള്ള അവാർഡ്. ഇത് നല്ല കവിതകളെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ഒരുപാട് കവിതകളെ കുറിച്ചുള്ള പഠനങ്ങളാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നവംബർ 14 നടക്കുന്ന എഴുത്തോല കവികളുടെ കവിസമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനവും അവാർഡ് വിതരണവും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ആലങ്കോട് ലീലാകൃഷ്ണൻ സംസാരിക്കും. ചിത്രരചനാ വിജയികൾക്കുള്ള സമ്മാനം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു വിതരണം ചെയ്യും. റഫറൻസ് ലൈബ്രറി ജനകീയ വായനശാല ഏർപ്പെടുത്തിയ KV കാർത്തികേയൻ മാസ്റ്റർ അനുസ്മരണ പരിപാടി അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് വിതരണത്തോടു കൂടി ഈ നവംബർ 14 നടത്തുകയാണ്. ഇതോടനുബന്ധിച്ച് ചിത്രരചന മത്സരം, അതേപോലെ തന്നെ ലൈബ്രറിയുടെ മുഖമാസികയായിട്ടുള്ള എഴുത്തോലയിൽ കൃതികൾ എഴുത്തുകാരുടെ ഒരു ഒത്തുചേരൽ. കോഴിക്കോട് ഉള്ളിയേരി സ്വദേശിയാണ് ഡോക്ടർ P സുരേഷ്. കോഴിക്കോട് സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബിരുദവും കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിൽ നിന്ന് MAയും MPhilഉം പൂർത്തിയാക്കി. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ ബിരുദം. കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് സച്ചിദാനന്ദന്റെ കവിതകളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് PhD ബിരുദവും നേടി. വിവിധ ഭാഷകളിൽ നിന്നായി 200-ലേറെ കവിതകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. സച്ചിദാനന്ദന്റെ സഞ്ചാരപഥങ്ങൾ, മലയാളം, ദേശവും സ്വത്വവും, പുഴയുടെ ഏറ്റവും താഴെയുള്ള കടവ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ്. പുഴയുടെ ഏറ്റവും താഴെയുള്ള കടവെന്ന കൃതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല പ്രസിഡന്റ് E രാമചന്ദ്രൻ, സ്വാഗത സംഘം ചെയർമാൻ NM നാരായണൻ നമ്പൂതിരി, കൺവീനർ IM സതീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും.
ചേലക്കരയിൽ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ്. രാവിലെ മുതൽ വിവിധ ബൂത്തുകളിൽ ദൃശ്യമായത് വോട്ടർമാരുടെ നീണ്ട നിര. മണ്ഡലത്തിൽ 36% പോളിംഗ് പൂർത്തിയായി. അനിഷ്ട സംഭവങ്ങളില്ല. പ്രചരണ രംഗത്തെ ആവേശവും വാശിയും വോട്ടെടുപ്പിൽ. കേരളത്തിൽ നടക്കുന്നത് വഖഫ് ബോർഡിന്റെ ലാൻഡ് ജിഹാദ് എന്ന് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ MP. വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധം. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മോദി സർക്കാർ വഖഫ് ബോർഡ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരും. മോദി ഭരിക്കുന്ന കാലത്തോളം വഖഫിന് ആരുടെയും ഭൂമി തട്ടിയെടുക്കാൻ കഴിയില്ലെന്നും തേജസ്വി സൂര്യ. EP ജയരാജൻ ഉന്നയിച്ചത് കടുത്ത വിമർശനമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. സമ്പൂർണ്ണ തകർച്ചയിലേക്കാണ് CPM പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് EP-യുടെ പ്രതികരണം. അധികാര കൈമാറ്റം മരുമകനിലെത്തിക്കാനുള്ള ശ്രമമാണ് പിണറായി നടത്തുന്നതെന്ന് EP ജയരാജന് മനസ്സിലായി. പാലക്കാട്ട് സരിൻ അപ്പൂപ്പൻ താടി പോലെയാകുമെന്നും K സുരേന്ദ്രൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.